നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 18. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് വത്സാസുര വധമാണ്. നാളുകൾ ഏതാനും കഴിഞ്ഞു. അത്രയ്ക്ക് നാളീക നേത്രനും വളർന്നു. ഒരു ദിവസം കൃഷ്ണൻ ബലരാമനും കൂട്ടുകാരും ഒരുമിച്ച് വൃന്ദാവനത്തിൽ പശുക്കിടാങ്ങളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കംസനാൽ നിയുക്തനായ ഒരു അസുരൻ പശുക്കുട്ടിയുടെ ആകൃതി ധരിച്ച് ഗോവത്സങ്ങളുടെ ഇടയിൽ കയറി നിന്നു മേയാൻ തുടങ്ങി. സൂത്രത്തിൽ അടുത്തടുത്ത് വന്ന് വസുദേവപുത്രനെ വധിക്കണമെന്നായിരുന്നു ആ ദാനവന്റെ ഉദ്ദേശം. താൻ ആരാണെന്ന് അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് പശുക്കുട്ടിയുടെ കൂട്ടത്തിൽ മറ്റൊരു പശുക്കുട്ടിയുടെ വേഷത്തിൽ അവൻ മേയാൻ തുടങ്ങിയത്. യമുനാ നദിയുടെ നീലത്തോയത്തിൽ തട്ടിയും ഗോവർദ്ധനഗിരിയുടെ കൊടുമുടിയെ തഴുകിയും സാവധാനമണയുന്ന കുളിർ തെന്നലേറ്റ് ആനന്ദം പൂണ്ട് ഓടക്കുഴലൂതി നിൽക്കുന്ന കോടക്കാർ വർണ്ണൻ ആ ദാനവനെ തിരിച്ചറിഞ്ഞു. അടുത്തു നിന്നിരുന്ന അഗ്രജനെ ആ വിവരം രഹസ്യമായി ധരിപ്പിച്ചതിനു ശേഷം ആർക്കും സംശയം തോന്നാത്ത വിധം മുരളിയെടുത്ത് എളിയിൽ തിരുകി മുകിൽ വർണ്ണൻ കളിമട്ടിൽ പശുക്കിടാങ്ങളുടെ ഇടയിൽ കൂടി അവയെ തൊട്ടുരുമ്മി തലോടിക്കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് ദൈത്യനായ ഗോവത്സത്തിന്റെ പുറകിൽ ചെന്ന് വാലും 4 കാലുകളും വാരി ഒന്നിച്ചു കൂട്ടിപ്പിടിച്ച് തൂക്കിയെടുത്ത് വട്ടം ചുറ്റി അടുത്തു നിന്നിരുന്ന ഒരു വലിയ വടവൃക്ഷത്തിന്റെ മൂട്ടിലേക്ക് ആഞ്ഞെറിഞ്ഞു. ആ മരത്തിൽ ചെന്നിടിച്ച് തല തകർന്ന ശരീരം നുറുങ്ങി ആസുരൻ ചത്തുമലച്ച് ഒരു കരിമല പോലെ തെറിച്ച് അകലത്തിൽ ചെന്നു വീണു. ചങ്ങാതിമാർ അത് കണ്ട് അത്ഭുതം പൂണ്ട് സന്തോഷത്തോടെ കൃഷ്ണനെ എടുത്തുപൊക്കി ആർത്ത് വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടി. വൈകുന്നേരം ഗോപപാഠത്തിലെത്തി വത്സാസുരവധത്തെ കുറിച്ചുള്ള വാർത്ത ബാലന്മാർ തങ്ങളുടെ മാതാപിതാക്കളെ ധരിപ്പിച്ചു. നന്ദനും ഉപനന്ദന്മാരും ഗോപന്മാരും യശോദ, രോഹിണി, രാധ തുടങ്ങിയ ഗോപ വധൂജനങ്ങളും ആ കഥയറിഞ്ഞു ഭയാത്ഭുത വിവശരായി. അറിഞ്ഞവർ വന്ന് സന്തോഷത്തോടെ ചെന്താമരക്കണ്ണനെ എടുത്ത് ചുംബിച്ച് എന്നിട്ട് ഞങ്ങളുടെ ഓമനക്കുട്ടനായ ഉണ്ണികൃഷ്ണൻ ഒരു അതിമാനുഷ്യനാണെന്നുള്ള ബോധം അവർക്കാർക്കും ഉണ്ടായില്ല. വത്സാസുരൻ കൊല്ലപ്പെട്ട വൃത്താന്തം ഭോജരാജൻ യഥാവസരം ചാരന്മാർ മുഖേന അറിഞ്ഞു. അതോടുകൂടി ആ ദുഷ്ടന്റെ മരണഭീതി ശതഗുണമായി വർദ്ധിച്ചു. ദേവകീസുതനാണ് തന്റെ ഘാതകനെന്ന് അശരീരി ഉണ്ടായെങ്കിലും അമ്പാടിയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ വളരുന്ന ഗോപകുമാരനാണ് തന്റെ ശത്രുവെന്ന് കംസൻ അപ്പോഴും വിചാരിച്ചു. മായാവികളും മഹാബലശാലികളുമായ ദാനവ പ്രവരന്മാർ തനിക്ക് അനുചരന്മാരായി ഉള്ളത് കൊണ്ടും പ്രയോജനമൊന്നുമില്ല എന്ന് വന്നിരിക്കുന്നു. പൂതന, ശകടൻ, തൃണാവർത്തൻ, വത്സൻ എന്നീ 4 അതികായ ബലിഷ്ഠർ ആ അത്ഭുത ബാലന്റെ കയ്യാൽ അന്തകപുരം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവൻ ജീവിക്കുവാൻ പാടില്ല. ഈ വിധം ചിന്തിച്ച് കംസൻ പൂതനയുടെ കനിഷ്ഠ സഹോദരനും 100 ആനയുടെ ബലമുള്ളവനുമായ ഭഗൻ എന്ന ദാനവേന്ദ്രനെ വിളിച്ച് കൃഷ്ണ നിധനാർത്ഥം നിയോഗിച്ചയച്ചു. അടുത്തത് ഭഗവധമാണ്. എൻ്റെ സഹോദരി പൂതനയെ കൊന്ന ആ കള്ളകൃഷ്ണനെയും അവൻ്റെ ജ്യേഷ്ഠനെയും സഖികളെയും പശുക്കളെയും കൊന്നു തിന്നാതെ എൻ്റെ വൈരാഗ്യം തീരുകയില്ല എന്നുള്ള പ്രതികാര ചിന്തയോടെ ബകാസുരൻ ഭീമാകാരനായ ഒരു മലം പുള്ളിന്റെ രൂപത്തിൽ അതിരൂക്ഷങ്ങളായ കൊക്കുകളും നീട്ടി വൃന്ദാവനത്തിൽ ഗോപന്മാർ പശുക്കളെ മേയ്ക്കുന്ന സ്ഥലത്തിനടുത്ത് കാളിന്തിയുടെ തീരത്ത് ഒരു വഴിച്ചാലിൽ വന്ന് സ്ഥാനമുറപ്പിച്ചു. പശുക്കളെയും കൊണ്ട് വെള്ളം കുടിക്കാൻ നദിയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കൊത്തി വിഴങ്ങണമെന്നായിരുന്നു ആ ദുഷ്ട അസുരന്റെ ഉദ്ദേശം. ഗ്രീഷ്മകാലത്തിലെ ഒരു മധ്യാഹ്ന സമയം. മരക്കൊമ്പുകളിൽ ഉറികെട്ടി തൂക്കിയിട്ടിരുന്ന ചോറും കറികളും എടുത്ത് ഭക്ഷിച്ചതിന് ശേഷം കൃഷ്ണനും കൂട്ടുകാരും കൂടി കൈകാലുകൾ കഴുകുവാനും വെള്ളം കുടിക്കാനും വേണ്ടി കാളിന്തി മന്ദാകിനിയിലേക്ക് മന്ദം വന്നു. ഭീകരാകൃതിയിലുള്ള ഒരു ജന്തു വഴിമുട്ടിക്കിടക്കുന്നത് കണ്ട് ഭയക്രാന്തരായ ഗോപാല ബാലന്മാർ കൃഷ്ണനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, അങ്ങോട്ടൊന്ന് നോക്ക്, ഒരു ജന്തു അവിടെ വഴി തടഞ്ഞു കിടക്കുന്നത് കണ്ടോ? എന്തു ഭയങ്കരം! ഒരു വെളുത്ത പർവ്വതമാണത്. അല്ല, അതിന് വലിയ 2 ചിറകുകൾ കാണുന്നുണ്ടല്ലോ.
പർവ്വതങ്ങളുടെ ചിറകുകൾ പണ്ട് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞ സ്ഥിതിക്ക് അത് പർവ്വതമല്ല, തീർച്ച. നമ്മെ എല്ലാവരെയും കൊത്തി വിഴുങ്ങാൻ വേണ്ടി കിടക്കുന്ന ഒരു അസുര പക്ഷിയാണത്. അതാ നീണ്ടുകൂർത്ത കൊക്കുകൾ കാണുന്നില്ലേ? ഈ വഴിയെ വന്നത് അബദ്ധമായി പോയി. വെള്ളം കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് തിരിച്ചു പോകാം. വരൂ കൃഷ്ണ, രാമ വരൂ. അയ്യോ, അതാ അവൻ ഇളകുന്നത് കണ്ടോ, എന്തൊരു സത്വം! ഈ വിധം ഗോപകുമാരന്മാർ ഭയസംഭ്രമത്തോടെ ആവലാതിപ്പെടുന്നത് കേട്ട് ഒരു തൂമന്ദഹാസത്തോടെ നന്ദാത്മജൻ അവരെ സമാധാനപ്പെടുത്തി. നിങ്ങൾ പേടിക്കണ്ട, ജ്യേഷ്ഠന്റെ കൂടെ ഇവിടെ നിൽക്കുക. ഞാനൊന്ന് അവന്റെ അടുക്കലേക്ക് ചെല്ലട്ടെ. എന്താ മട്ടെന്നറിയാമല്ലോ. അരവിന്ദലോചനൻ നേരെ അസുരാധമന്റെ അന്തികത്തിലേക്ക് സാവധാനം ചെന്നു. കൃഷ്ണനെ ഒറ്റയ്ക്ക് കണ്ടതോടുകൂടി തന്റെ ഇംഗിതം സാധിച്ചു എന്നുള്ള സന്തോഷത്തോടെ ആ അസുരൻ തന്റെ പർവ്വത ശരീരം ആകെയൊന്ന് കുടഞ്ഞ് നീണ്ടുവളഞ്ഞ കൊക്കുകളും വിസ്താരമായി വിടർത്തി മുമ്പോട്ട് ഉഗ്രഭാവത്തിൽ ചാടിയെടുത്തു. മുരളീധരനെ കൊത്തി വിഴുങ്ങി. അവൻ കൊത്തി വിഴുങ്ങുകയല്ല ചെയ്തത്, കൃഷ്ണൻ അവന്റെ വായിലേക്ക് ചാടി കയറുകയാണ് ചെയ്തത്. തന്റെ ഇര വായിൽ കിട്ടിയതോടുകൂടി ഭഗൻ വക്രതുണ്ടങ്ങൾ ബലമായി കൂട്ടിയടച്ചു. തങ്ങളുടെ ജീവന്റെ ജീവനായ കണ്ണനെ, ആത്മാവായ കണ്ണനെ പക്ഷി വിഴുങ്ങിയത് കണ്ട് സഹിക്കവയ്യാത്ത സങ്കടത്തോടെ ഗോപബാലന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു. പശുക്കിടാങ്ങളും പുല്ല് തിന്നാതെ അന്തിച്ചു നോക്കി നിന്നു. നിങ്ങൾ കരയാതെ നിൽക്ക്, കൃഷ്ണന് ആപത്തൊന്നും വരികയില്ല എന്ന് രാമൻ കൂട്ടുകാരെ സമാധാനിപ്പിച്ചിട്ടും അവരുടെ രോദനം അവസാനിച്ചില്ല. കണ്ണുനീരിൽ മുഴുകിയ മരപ്പാവകൾ പോലെ അവർ വിഷണ്ണരായി സ്തംഭിച്ചു നിന്നു. ഭഗന്റെ ഗളാന്തർഭാഗത്ത് പ്രവേശിച്ച ബലഭദ്രാനുജൻ തന്നിൽ അന്തർഭൂതമായിരിക്കുന്ന അഗ്നിയെ പുറത്തേക്ക് വമിപ്പിച്ചു. അതിൻ്റെ കൊടും ചൂടേറ്റ് അവന്റെ കണ്ടവും തൊണ്ടയും കത്തി എരിഞ്ഞു. പ്രാണവേദനയോടെ ആ കശ്മലൻ വട്ടം കറങ്ങി വായ പൊളിച്ച് വസുദേവാത്മജനെ പുറത്തേക്ക് ഛർദ്ദിച്ചു. അതോടൊപ്പം അവന്റെ വക്ത്രത്തിൽ നിന്നും നിണവും കുടുകുടാന്ന് ഒഴുകി. യാതൊരു അപായവും കൂടാതെ കൃഷ്ണൻ പുറത്തു വന്നത് കണ്ട് ആയർകുല ബാലന്മാർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. പുറത്തു കടന്ന വൈരിയെ കൊത്തിക്കീറി സംഹരിക്കുവാനായി ഭഗൻ വക്രതുണ്ടങ്ങളും വിടർത്തിക്കൊണ്ട് മുമ്പോട്ടെടുത്തു. പരിഭ്രമിക്കേണ്ട എന്ന ഒരു പുഞ്ചിരിയാൽ ജ്യേഷ്ഠനെ ധരിപ്പിച്ചിട്ട് പങ്കജനാഭൻ പാഞ്ഞെടുത്ത് തൻ്റെ കൊച്ചു കരങ്ങൾ കൊണ്ട് ആ പത്രിപ്രവരന്റെ കൊക്കുകൾ രണ്ടും പിടിച്ച് അകറ്റി വലിച്ചു കീറി ശരീരം രണ്ടു പാളികളായി തെറിച്ച് പൊളിച്ചെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. അത് കണ്ട് ചങ്ങാതിമാർ ആർത്തു വിളിച്ചുകൊണ്ട് പലവിധ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. എൻ്റെ കൃഷ്ണ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ചത്തുപോകുമായിരുന്നു എന്ന് ചിലർ. നീയാണ് ഞങ്ങളുടെ ജീവൻ എന്ന് മറ്റു ചിലർ. അവന്റെ കഴലിണകളിൽ വീണു ചിലർ നമസ്കരിച്ചു, ചിലർ അവന്റെ കൈകൾ പിടിച്ച് ചുംബിച്ചു, ചിലർ അവന്റെ വിയർപ്പ് കണങ്ങൾ തുടച്ചു. ആ ദുഷ്ടന്റെ വായിൽ കയറിയപ്പോൾ നിനക്ക് വല്ല വേദനയും തോന്നിയോ കൃഷ്ണ എന്ന് ചിലർ അന്വേഷിച്ചു. അവന്റെ കൊക്കു പിടിച്ച് വലിച്ചു കീറിയപ്പോൾ വിരലുകൾ മുറിഞ്ഞോ കൃഷ്ണ എന്ന് വേറെ ചിലർ ചോദിച്ചു. ഇങ്ങനെ ഗോപകുമാരന്മാർ കൃഷ്ണന്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് പലതും ചോദിക്കുന്നതിനിടയിൽ നീലമേഘവർണ്ണൻ നീലാംബരന്റെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ബലരാമൻ അനുജനെയും ആലിംഗനം ചെയ്തു. സന്തോഷാശ്രുക്കൾ തൂകി. അമ്പരദേശത്ത് നിരന്നു നിന്ന അമരന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തു. ആ പൂക്കൾ കാറ്റുകൊണ്ട് കാട്ടിൽ നിന്നും പറന്നു വീണതാണെന്ന് ബാലന്മാർ വിചാരിച്ചു. അങ്ങനെ സായാഹ്ന സമയമായപ്പോൾ പതിവ് പോലെ എല്ലാവരും അവരവരുടെ പശുക്കിടാങ്ങളെയും ആട്ടിക്കൊണ്ട് സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു. കൃഷ്ണന്റെ വേണുനാദം കേട്ട് ഗോപവനിതകൾ ആവേശഭരിതരായി പുറത്തു വന്ന് അവരെ എതിരേറ്റു. കണ്ണനെ ഭഗൻ വിഴുങ്ങിയതും ഒടുവിൽ കണ്ണൻ പുറത്തു ചാടി അസുരനെ 2 കഷണങ്ങളായി നടുവെ വലിച്ചു കീറി വധിച്ചതും, അങ്ങനെ അന്ന് യമുനാ തീരത്ത് വെച്ച് നടന്ന സംഭവങ്ങൾ അഖിലവും ഗോപബാലന്മാർ ഒന്നും വിടാതെ വിസ്തരിച്ച് ഗോകുലവാസികളെ പറഞ്ഞു ധരിപ്പിച്ചു. അപ്പോൾ അവർക്കുണ്ടായ അത്ഭുതവും കൃഷ്ണനോട് തോന്നിയ വാത്സല്യാതിരേകവും വർണ്ണനാതീതമായിരുന്നു. കൃഷ്ണൻ ഓരോരോ അവസരങ്ങളിൽ കാണിച്ച ലീലാവിലാസങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർ ആനന്ദിച്ചു. ഗർഗമഹർഷി പറഞ്ഞതുപോലെ ഉണ്ണിയൊരു അതിമാനുഷനാണ്. പൂർവ്വ പുണ്യ സുഹൃതം കൊണ്ട് മാത്രമാണ് അവൻ നമ്മുടെ മകനായത്. ഇങ്ങനെ യശോദയും നന്ദഗോപനും പരസ്പരം പറഞ്ഞ് സന്തോഷിച്ചു.
ഭയാത്ഭുതങ്ങളോടെ ഗോപപാഠത്തിലുള്ള ആണു പെണ്ണടച്ച് സർവരും കൃഷ്ണനെ വന്ന് തടവി തങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോഴും ആ മായാമയൻ അവരെ മയക്കാൻ വേണ്ടി തൻ്റെ കൊച്ചോടക്കുഴലെടുത്ത് ഗാനമുതിർത്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ കേട്ടറിഞ്ഞു വന്ന കുറേ ബ്രാഹ്മണർ ഗോപന്മാരും ഒരുമിച്ച് ചത്തുകിടക്കുന്ന ബഗനെ കാണുവാനായി കാളിന്തി തീരത്തിലേക്ക് പോയി. രണ്ട് നീലമലകൾ പോലെ കട്ടച്ചോരയും ചേറും പൊടിയും പൊതിഞ്ഞ് ബീഭത്സാകൃതിയിൽ കിടക്കുന്ന ജഡാർത്ഥങ്ങളെ കണ്ട് അവർ വിസ്മയത്തിൽ മുഴുകി നിന്നുപോയി. എങ്കിലും 5 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചോമൽ കൺമണി എങ്ങനെ ഈ ഘോരാസുരനെ ഈ വിധം 2 കഷ്ണങ്ങളായി വലിച്ചു കീറി? ഇത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് കാണികൾ പരസ്പരം മന്ത്രിച്ചു. അടുത്തത് അഘാസുരവധമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.